എന്നെ സംബന്ധിച്ചിടത്തോളം 23 വയസ്സിലാണ് ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നത്. 23 വർഷവും എനിക്കറിയാത്ത ഒരു വസ്തുത, ഒരു ഫാക്റ്റ്, ഈശോ ദൈവമല്ല എന്നുള്ളൊരു വസ്തുത, ഇതെനിക്ക് പറഞ്ഞു തരുന്നത് ഖുർആനാണ്. അതായത് എൻ്റെ സഹോദരനാണ് പറഞ്ഞു തരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ആധികാരികമായിട്ട് ഖുർആനാണ്. ഖുർആൻ വളരെ ക്ലിയറാണ്. മെസ്സിഹ് തന്നെയാണ് അള്ളാഹു എന്ന് വിശ്വസിച്ചവർ തീർച്ചയായും വഴിപടച്ചിരിക്കുന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ള ഈശോ അല്ല സൃഷ്ടാവായ അള്ളാഹു എന്ന് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ത്രീത്വത്തെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് 3ഓളം സന്ദർഭങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളുടെ നന്മയ്ക്കായിട്ട് തന്നെ അതിൽ നിന്ന് വിരമിക്കുക എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ 23 വർഷം എനിക്കറിയാത്ത ഈ വസ്തുത, സത്യം എനിക്ക് പറഞ്ഞു തരുന്നത് ഖുർആനാണ്. അല്ലെങ്കിൽ എനിക്ക് ആ ഇൻഫർമേഷനിലേക്ക് എൻ്റെ സഹോദരനെ ചിന്തിപ്പിച്ചത് ഖുർആനാണ്. അപ്പം എൻ്റെ ഉള്ളിലൊരു ക്യൂരിയോസിറ്റി, ഖുർആൻ ഇനി എന്തൊക്കെയായിരിക്കും ഇനി പറഞ്ഞിട്ടുണ്ടാവുക? പറഞ്ഞത് ഞാനിവിടെ ഒരു മാസത്തെ തലപുകഞ്ഞുള്ള പരിശോധനയിൽ അതിൽ വസ്തുത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയും ഖുർആൻ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ, ഇനി എന്തൊക്കെയാണ് ഖുർആൻ പറയുന്നത് എന്ന് അറിയാൻ ഉള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അങ്ങനെയാണ് ഖുർആനിലേക്കുള്ള എൻ്റെ പഠനം വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് മനസ്സിലാകുന്നു. പിന്നീട് ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ പിന്നെയും ഈ അടിസ്ഥാന വിശ്വാസമായിട്ടുള്ള പിന്നെ ത്രീത്വം എന്ന് പറയുന്ന വിശ്വാസം എവിടുന്ന് വന്നു എന്നൊക്കെ പഠനം നടത്തുന്നുണ്ട്. ഈ പറയുന്ന പിന്നീട് ഖുർആനിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ത്രീത്വത്തെ വളരെ ക്ലിയർ ആയിട്ട് റദ്ദ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ത്രീത്വത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഈ വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള സകല പ്രവാചകൻ, ബൈബിൾ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രവാചകന്മാർ, അബ്രഹാം പ്രവാചകനായിക്കോട്ടെ, അതിൽ പ്രധാനികളായിട്ടുള്ള നോഹ പ്രവാചകനായിക്കോട്ടെ, മോശ പ്രവാചകനായിക്കോട്ടെ, ഈശോ ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം ഏകനാണ്, നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം ഏകനാണ്, നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം ഏകനാണ് എന്ന് പറയുമ്പോൾ ഈശോ മരിച്ചതിന് ഒരു 250 വർഷങ്ങൾക്ക് ശേഷം ഈ നിങ്ങളുടെ ദൈവമായ കർത്താവ് ത്രിയേകനാണ് എന്ന് പറയുന്നു. ഇവിടെ സകല പ്രവാചകന്മാരും നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം ഏകനാണ്, നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം ഏകനാണ്, നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ പിന്നീട് നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം ത്രിയേകനാണ്. അതും ഈശോയിലേക്ക് ചെന്നെത്തുന്നതായിട്ടോ ബൈബിളിലേക്ക് ചെന്നെത്തുന്നതായിട്ടോ ഒരു ഈ ത്രീത്വം എന്ന് പറയുന്ന കൺസെപ്റ്റ് ബൈബിളിലേക്ക് ചെന്നെത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിനൊക്കെ ഇങ്ങനെ വളച്ച് കറക്കി നമുക്ക് വിശദീകരിക്കാൻ പറ്റും. അത് ലോകത്തിലുള്ള എല്ലാ വിശ്വാസങ്ങൾക്കും അവരുടേതായ ന്യായങ്ങൾ അവർക്ക് ഉണ്ടാവും. പക്ഷെ സത്യം അന്വേഷിച്ചു പോകുന്ന ഒരു ഫാക്റ്റിലൂടെ തൃപ്തിപ്പെടുന്ന ഒരാൾക്ക് ഇത് തൃപ്തിപ്പെടാൻ പറ്റില്ല. ഓക്കെ, തൃപ്തിപ്പെടേണ്ടവർക്ക് തൃപ്തിപ്പെടാം. പക്ഷെ സത്യം അന്വേഷിച്ചു പോകുന്ന ഒരാൾക്ക് ഈ ത്രിയേക വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈശോ പഠിപ്പിക്കാത്ത ഈ വിശ്വാസം ബൈബിൾ പച്ചയ്ക്ക് സാധാരണക്കാരനായിട്ട്, അപ്പൊ ഞാൻ ഖുർആനെ കുറിച്ച് പഠിക്കുമ്പോൾ ഖുർആനിൽ നിന്ന് കിട്ടുന്നത് അടുത്ത ത്രീത്വത്തെ കുറിച്ച്, ആദ്യം ഈശോ ദൈവമല്ല എന്ന് കിട്ടുന്നു, അത് പരിശോധിച്ച് വെരിഫൈ ചെയ്യുന്നു. പിന്നെ ത്രീത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പരിശോധിക്കാൻ വരുമ്പോഴും അതിലും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാകുന്നു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ ഇപ്പൊ ഞാൻ ഒരാൾക്ക് ബൈബിൾ കൊടുത്തിട്ട് അയാൾക്ക് വേണമെങ്കിൽ അയാൾ ആ ബൈബിൾ മൊത്തം വായിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് പൈസ നമുക്ക് കൊടുക്കാം. അയാളത് സ്വന്തമായിട്ട് ഒരു ബൈബിൾ വിശ്വാസി അല്ലാത്ത ഒരാൾ വായിക്കട്ടെ. അത് വായിച്ചിട്ട് ഈ പറയുന്ന ഈശോ ദൈവമാണെന്ന് അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കണം, ഈശോ ദൈവമല്ലേ? പിന്നെ ത്രീത്വം എന്ന് പറയുന്ന ഒരു വിശ്വാസമല്ലേ നിങ്ങളുടെ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ബൈബിൾ നോക്കിയിട്ട് പറയാം, ആൾക്ക് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് മനസ്സിലാവണില്ലല്ലോ, വായിച്ചിട്ടില്ല, എനിക്കത് നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് എന്നുള്ളൊരു ധാരണയായിരിക്കും. കാരണം ബൈബിൾ ഇതിൽ അത് സത്യം അന്വേഷിച്ച് പോകുന്നവന് ബൈബിളിൽ നിന്ന് ഇത് കിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളിതിൻ്റെ ഒറിജിൻ പരിശോധിക്കുമ്പോൾ നമ്മൾ ഒറിജിൻ ഓഫ് കൺസെപ്റ്റ് ഓഫ് ട്രിനിറ്റി എന്നൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം, ഇത് ഈശോ മരിച്ചതിന് ഏകദേശം 250 വർഷത്തിന് ശേഷം, 100 അല്ല 200 അല്ല 250 വർഷത്തിന് ശേഷമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ത്രിയേക കർത്താവ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാന വിശ്വാസം പ്രബോധനം ചെയ്യപ്പെടുന്നു. 250 വർഷത്തിൽ ഇല്ലാത്തൊരു വിശ്വാസം. കാരണം ത്രീത്വം എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നമുക്ക് അതിനു മുമ്പായി അങ്ങനെ ഒരു വിശ്വാസത്തെ പ്രഘോഷണം ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ പറയുന്നു അങ്ങനെ ഉണ്ടായിരുന്നു, പിതാവിനെ അവർ ദൈവമായി കണ്ടിരുന്നു, അല്ലെ പുത്രനെ അവർ അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചാൽ തന്നെയും ഈ പറയുന്ന 3 പേര് ചേരുന്ന ആ അവസ്ഥയിൽ ത്രിയേകത്വം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന വിശ്വാസത്തെ ഒരിക്കലും ഈ കാലഘട്ടത്തിൽ സ്ഥാപിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് എല്ലാ സത്യവും ആദ്യം തന്നെ എനിക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ എൻ്റെ അന്വേഷണങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു
മെയിനായിട്ടുള്ളൊരു എൻ്റെ ഒരു മനോഭാവം എന്ന് പറയുന്നത് സത്യം എന്താണെന്ന് അറിയും. അതിനു വേണ്ടി എന്ത് ത്യാഗം സഹിച്ചാലും വേണ്ടില്ല. സത്യമാണോ അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറുണ്ട്. ഈ സത്യമല്ലേ നമുക്കത് സ്വീകരിക്കേണ്ടതില്ല, അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറുമല്ല. അതിനെന്താണ് നഷ്ടം എന്നുള്ളത് അപ്പൊ നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുന്നുണ്ട്, നമ്മൾ അവരെ പിൻപറ്റിയ അനുയായികളുടെ ചരിത്രം പഠിക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം സത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ സത്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ പ്രവാചകന്മാരെ പിൻപറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്ക്, അവരവരുടെ പൂർവ്വപിതാക്കന്മാരായിട്ട് ഓരോന്ന് ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരാള് വന്നിട്ട് പറയാണ് ഇതങ്ങനെയല്ല, സൃഷ്ടിച്ചവനായ ദൈവത്തെ മാത്രമേ നമുക്ക് ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആർക്ക് പിൻപറ്റാൻ പറ്റും? ശരിയാണ്. ഇനി ഏറ്റവും വലിയ വസ്തുത നോക്കിക്കോ, ഈശോ വരുന്ന സമയത്ത് യഹൂദന്മാരുടെ ഇടയിലേക്കാണല്ലോ ഈശോ വരുന്നത്. യഹൂദ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ചെറിയ പാരമ്പര്യമല്ല. അവരുടെ പാരമ്പര്യത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തലമുറകളാണ്. ദൈവജനത, ദൈവമക്കൾ എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. അത്രയും പാരമ്പര്യത്തിൽ ഫൗണ്ടേഷനിലാണ് അവർ നിൽക്കുന്നത്. ആ സമയത്ത് ഈശോനെ ശ്രദ്ധിച്ചിട്ട് ഒരാൾ ഈശോന്റെ കൂടെ പോകണമെങ്കിൽ എത്രത്തോളം സത്യന്വേഷി ആയിട്ടുണ്ടാവണം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയം, ആ സ്ത്രീ ഒരു വ്യഭിചാരിണിയാണ്. യഹൂദരുടെ വിശ്വാസപ്രകാരം ഒരു വ്യഭിചാരിണിയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള വാതിൽ അടഞ്ഞു. അപ്പോൾ ഒരു വ്യഭിചാരിണിയുടെ ഒരു ആശേരി, ഈശോ ഒരു ആശേരിയായിരുന്നു. ഒരു ആശേരിയായ ഒരു സാധാരണക്കാരൊരു മനുഷ്യൻ പറയുമ്പോൾ ഞങ്ങളിവിടെ യഹൂദരന്റെ പാരമ്പര്യം, ദൈവ മക്കളായിട്ടുള്ള ഒരാള് ഒരു വ്യഭിചാരിണി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ ഒരു മകൻ അല്ല ഒരു ആശേരിയായിട്ടുള്ള ഒരു വ്യക്തിയെ ശ്രദ്ധിച്ചു പോകണമെങ്കിൽ എത്രത്തോളം സത്യത്തോടുള്ള ഒരു തുറവി അവർക്കുണ്ടാവും. ഇത്രയും പാരമ്പര്യം എൻ്റെ പാരമ്പര്യം, ഈശോ ഈ പറയുന്ന യഹൂദ പാരമ്പര്യത്തെ പിന്നാലെ പോകുന്നതിനെ ഈശോ റദ്ദ് എന്നൊക്കെ ബൈബിള് കാണുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ മറിയത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഖുർആനിൽ ഏറ്റവും പരിശുദ്ധയായ സ്ത്രീയായി ഖുർആൻ എടുത്തു പറയുന്ന ഒരു സ്ത്രീയാണ് പരിശുദ്ധ മറിയം. ഒരു അധ്യായം തന്നെ സൂറത്തുൽ മറിയം എന്ന് പറയുന്ന 19-ാമത്തെ ഖുർആനിന്റെ അധ്യായം തന്നെ ഈ സ്ത്രീയുടെ പരിശുദ്ധിയെ ഒക്കെ സ്ഥാപിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവുകളും എൻ്റെ പഠനത്തിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് ഖുർആൻ പറയുന്ന കാര്യങ്ങൾ അത് എൻ്റെ പഠനത്തിൽ അതിൽ വസ്തുത ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പൊ ഖുർആനിൽ തന്നെയാണ് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ ഓരോന്ന് കിട്ടുമ്പോഴും ഞാൻ അപ്പോഴും ബൈബിൾ അങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല, ക്രിസ്ത്യ വിശ്വാസം ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ ഖുർആനോടൊരു ക്യൂരിയോസിറ്റി വന്നത് ഈ ഈശോ ദൈവമല്ല എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായപ്പോഴാണ്, ബൈബിളിൽ നിന്ന് തന്നെ മനസ്സിലായപ്പോഴാണ് കുറച്ച് ക്യൂരിയോസിറ്റി വന്നത്. അങ്ങനെ സ്ത്രീത്വത്തെ കുറിച്ച് പഠിക്കുന്നു, അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇടക്ക് ചോദിച്ചാൽ ജ്യേഷ്ഠനുമായി ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. ഇങ്ങനെ ഞാൻ എൻ്റെതായ കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് പഠനം, എൻ്റെതായ പേഴ്സണൽ പഠനം നടത്തുന്നു എന്നുള്ളത് എൻ്റെ സഹോദരൻ ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പോൾ ഞാൻ അപ്പോൾ ഖുർആനിനെ കൂടുതലായിട്ട് ഇങ്ങനെ പഠിക്കും തോറും അപ്പോൾ ഈ സ്ത്രീത്വത്തിൻ്റെ വിഷയം കൂടി കഴിഞ്ഞതോടുകൂടി ബൈബിൾ എന്ന് പറയുന്നതിനെ ഞാനൊരു ആധികാരികമായ ഒരു നോളജ് സുപ്പീരിയർ ആയിട്ടുള്ളൊരു ഗ്രന്ഥമാണെന്നുള്ളൊരു ഇതൊക്കെ എൻ്റെ അതൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഖുർആൻ ഇനി എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാൻ ഖുർആനിനെ കുറിച്ചൊരു പഠനം നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഞാൻ തുടർന്ന് പഠിക്കാൻ തീരുമാനിക്കും. അപ്പോഴും ബൈബിൾ ഞാൻ മാറ്റിവെച്ചുവെങ്കിലും ഞാൻ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചിട്ടൊന്നല്ല പോകുന്നത്. ഞാൻ അപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ അപ്പോഴും ഞാൻ ഈശോനോടുള്ള പ്രാർത്ഥന പതുക്കെ നിർത്തി കേട്ടോ. കാരണം ഈശോ ദൈവമല്ലാന്ന് കിട്ടിയതോട്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവമേ എന്നുള്ള രീതിയിൽ ദൈവത്തെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഖുർആനെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു ദൈവിക ഗ്രന്ഥം എന്ന് ലോകത്തിൽ ദൈവിക വചനങ്ങൾ 100% ദൈവിക ഗ്രന്ഥം എന്ന് അവകാശപ്പെടുന്ന ലോകത്തിലുള്ള ഏക ഗ്രന്ഥം ഖുർആനാണല്ലോ. ഇപ്പൊ ബൈബിൾ തന്നെയും ദൈവനിവേശിതമായി രേഖപ്പെട്ടു എന്നാണ് ബൈബിൾ ഈ പറയുന്ന ബൈബിൾ എന്ന് പറയുന്നത് ദൈവനിവേശിതമായി, ദൈവത്താൽ ഇൻസ്പയർഡ് ആയിട്ട് മനുഷ്യരെഴുതി എന്നുള്ളതാണ് വിശ്വാസം. പക്ഷെ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ ഈ
അപ്പൊ പല ആളുകളും വിചാരിക്കുന്നത് ഖുർആൻ എന്ന് പറയുന്നത് അത് നബി എഴുതിയതല്ലേ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ഖുർആനിൽ ഒരു വാക്ക്, ഒരു സെന്റൻസ് അല്ല, ഒരു വാക്കല്ല, ഒരു അക്ഷരം നബി കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് ഒരു മുസ്ലിം വിശ്വസിച്ച അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അത്രയും ഗൗരവത്തിലാണ് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവിക ഗ്രന്ഥം എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ഖുർആനാണെങ്കിൽ അതിനോട് 100% നീതി പുലർത്തുന്നതായിട്ട് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഒരു ഗ്രന്ഥം അവകാശപ്പെടുകയാണ് അതായത് ഇതാണ് 100% ദൈവിക ഗ്രന്ഥം, ദൈവത്തിന്റെ വചനങ്ങൾ മാത്രം ഉള്ള ഈ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അതിനെ 100% അത് തന്നെ ഖുർആൻ തന്നെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. 1-2 ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എൻ്റെ ഖുർആനിന്റെ പഠനം. ഞാൻ എന്തുകൊണ്ട് ഈ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക് മനസ്സിലായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായി, പക്ഷെ അടുത്ത കലിമയുടെ അപ്പുറം ഒരു ഭാഗമുണ്ടല്ലോ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗം കൂടി മനസ്സിലാവുമ്പോഴാണല്ലോ ഒരാൾ മുസ്ലിം ആവുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ അപ്പോൾ ഖുർആൻ തന്നെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഖുർആൻ ഈ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ഞാനാണ്, ഞാൻ തന്നെ ഈ ഗ്രന്ഥത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് ഖുർആൻ. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്, ഒരു ക്ലെയിം മുന്നോട്ട് വയ്ക്കുകയാണ് ഖുർആൻ. അതായത് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് ഞാനാണ്. ദിക്ർ എന്നാണ് അവിടെ വാക്ക് ഉപയോഗിക്കുന്നത്. ദിക്ർ എന്നുള്ളത് ഖുർആനായിട്ട് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പല സന്ദർഭങ്ങളും ഖുർആനിന്റെ ദിക്ർ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിക്റിനെ ഈ ഖുർആനിനെ ഞാനാണ് അവതരിപ്പിച്ചത്, ഇത് ഞാൻ തന്നെ സംരക്ഷിക്കുന്നു, ദൈവം സംരക്ഷണ ബാധ്യത ഏറ്റെടുക്കണം. അപ്പോൾ ഇവിടെ ഈ ക്ലെയിമിന്റെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഇന്ന് ബൈബിളിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ബൈബിളിലെ ഏറ്റവും പുതിയ വെർഷൻസ് ആയിട്ടുള്ള ESV NIV വെർഷൻസിൽ ഏറ്റവും കുറഞ്ഞത് 14 ബൈബിൾ വചനഭാഗങ്ങൾ ഇന്ന് ബൈബിൾ പണ്ഡിതന്മാർ തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അവരതിന് കാരണം ഇപ്പൊ ബൈബിളിൽ ഈ പറയുന്ന NIV വെർഷൻസിലൊക്കെ ബൈബിളിലെ 14 വചനഭാഗങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവര് തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. അവരുടെ ബൈബിൾ പണ്ഡിതന്മാർ തന്നെ അവരുടെ റിസർച്ചുകളിൽ നിന്നും മാനുസ്ക്രിപ്റ്റുകൾ പരിശോധിച്ചാണ് എടുത്ത് മാറ്റിയത്. അവരവർ ന്യായം പറയുന്നത് ഇത് മാനുസ്ക്രിപ്റ്റ്സിൽ ഈ വചനങ്ങളൊന്നും കാണുന്നില്ല എന്നാണ്. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പത്തെ മാനുസ്ക്രിപ്റ്റ്സിൽ ഈ വചനങ്ങൾ കാണാതെ വന്നപ്പോൾ പിന്നീട് പ്രിന്റ് ചെയ്യപ്പെടുന്ന ബൈബിളിൽ ഈ വചനങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളതിന് ആധികാരികത ഇല്ലാത്തതുകൊണ്ട് അവർ എടുത്തു മാറ്റിയതാണ്. പക്ഷെ ഇന്നും ബൈബിൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്, ബൈബിളിൽ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പോകുന്നത്, പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിക്കുന്നത്. പക്ഷെ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ക്ലെയിം, അത് ആ ക്ലെയിമിന്റെ ഒരു ഗൗരവത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഖുർആനിൽ ഏകദേശം 6000-ഓളം വചനങ്ങളുണ്ടല്ലോ, 6000-ൽ പരം വചനങ്ങളുണ്ട്. ഈ വചനങ്ങളിൽ ഏതെങ്കിലും ഒരു വചനം അധികമായി ആഡ് ചെയ്യപ്പെട്ടു, വചനം അല്ലെങ്കിൽ ഒരു വാക്ക് അധികമായി ആഡ് ചെയ്യപ്പെട്ടു, അതിൽ നിന്നും എടുത്തു കളയപ്പെട്ടു എന്നോ, ഇതുപോലെ ബൈബിളിനെ പരിശോധിച്ച് അതിന്റെ മാനുസ്ക്രിപ്റ്റുകൾ പരിശോധിച്ച് സ്ഥാപിക്കുന്നത് പോലെ ഇസ്ലാമിക ലോകത്തിൽ അല്ലെങ്കിൽ ആ മുസ്ലിങ്ങളാണെങ്കിലും ഇങ്ങനെ സ്ഥാപിച്ചാൽ പിന്നെ നമുക്ക് ഖുർആനിനെ മുഴുവൻ മാറ്റിയേക്കേണ്ടി വരും. ഇപ്പൊ ഒരു വചനം ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കി വചനങ്ങൾ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഖുർആൻ തന്നെ അത് ക്ലെയിം ചെയ്യുന്നുണ്ട്. കാരണം ഖുർആൻ പറയാണ്, അള്ളാഹു പറയാണ് ഈ ഗ്രന്ഥത്തെ നാമാണ് അവതരിപ്പിച്ചത്, ഈ ഗ്രന്ഥത്തെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നൊരു വാദം പറയുമ്പോ അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുമ്പോ അവിടെ ഖുർആനിലെ ഒരു വാക്ക് എടുത്ത് മാറ്റപ്പെട്ടാലും അല്ലെങ്കിൽ ഒരു വാക്ക് ആഡ് ചെയ്യപ്പെട്ടാലും അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നായില്ലേ? അപ്പൊ പിന്നെ ഖുർആൻ മുഴുവൻ മാറ്റി വെക്കുകയാണ്. അങ്ങനത്തെ ക്ലെയിമുകളാണ് അല്ലാം വെക്കുന്നത്. ഇത് നമുക്കറിയാം, ഖുർആൻ എന്ന് പറയുന്നത് ഇപ്പോ ആ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഇത് പ്രവാചകനായ സൗദി അറേബ്യയിൽ ജീവിച്ച ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിലേക്കാണ് ഈ ഖുർആൻ അവതരിക്കപ്പെടുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് ദൈവിക വചനങ്ങൾ പ്രവാചകന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടികളായിട്ടുള്ള മാലാഖമാർക്കാണല്ലോ. അതിൽ പ്രധാനിയായിട്ടുള്ള ഇപ്പൊ ക്രൈസ്തവരൊക്കെ വിശ്വസിക്കുന്ന ഗബ്രിയേൽ എന്ന് പറയുന്ന ജിബ്രീൽ മലക്ക് വഴിയാണ്
ഈ ഖുർആൻ സന്ദർഭോചിതമായി 23 വർഷങ്ങൾ കൊണ്ട് സാഹചര്യ സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ അവതരിക്കപ്പെടുന്നത്. അപ്പൊ ഈ വചനം അള്ളാഹു അവതരിപ്പിക്കുന്ന സമയത്ത് ഖുർആനിന്റെ അവസ്ഥ എന്താ? ഖുർആൻ അന്ന് അത് എഴുതി വെക്കാനോ അല്ലെങ്കിൽ അത് അന്ന് മുഴുവനായിട്ടും ഇറങ്ങി തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല, അത് പല സന്ദർഭങ്ങളിൽ, അതായത് മക്കയിൽ നിന്നും പിന്നെ മദീനത്തേക്ക് വരുമ്പോൾ അവിടെ ഇറങ്ങുന്നുണ്ട്, അങ്ങനെ 400 കിലോമീറ്ററിന് അപ്പുറത്തേക്കും വചനങ്ങൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ചിതറി നിൽക്കുന്ന ഒരു സമയത്താണ് ഖുർആൻ വ്യക്തികൾ മനഃപ്പാഠം പഠിക്കുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഇതൊന്നും ക്രോഡീകരിച്ച് ഇതിന് കൃത്യമായ ഓർഡർ ഇതാണ് എന്നുള്ള ക്രോഡീകരണം ഒന്നും സംഭവിക്കുന്നില്ല. അതൊക്കെ നബിയുടെ അവസാന കാലഘട്ടത്തിൽ നബി ഈ ഗബ്രീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗബ്രീൽ മാലാഖയ്ക്ക് ഓതി കൊടുക്കുമ്പോൾ അതിന്റെ ഓർഡർ ഇതാണ് എന്നുള്ള അവസാനം സാഹചര്യത്തിലല്ല ഈ വചനം ഇറങ്ങുന്നത്. ഇങ്ങനെ ചിതറി നിൽക്കുന്ന സമയത്ത് ആണ് ഒരു ക്രോഡീകരിക്കാനുള്ള, ഈ പറയുന്നത് സംരക്ഷിക്കാനുള്ള പുസ്തകങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള പേനകളോ അതിനു വേണ്ടി ഇതുകളോ അപ്പൊ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പൊ ഈ പറയുന്ന തോലുകളിലും കല്ലുമ്പൊക്കെ രേഖപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണെന്നുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഖുർആൻ പറയുന്നത്, അള്ളാഹ് പറയുന്നത്, ഇത് ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇന്ന് 1400 വർഷത്തിനപ്പുറം ഈ ഒരു പഠനം, ഈ അടുത്ത് ഖുർആനിന് ഏകദേശം $2 മില്യൺ ഒരു പഠനം നടന്നിട്ടുണ്ട്. ഈ അടുത്ത് ഖുർആനിന്റെ മാനുസ്ക്രിപ്റ്റുകൾ പരിശോധിച്ച് ഖുർആനിൽ ഈ പറയുന്ന സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഒരു മാരിൻ വാൻ പുട്ടിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്, ഒരു പ്രൊഫസറാണ്. അദ്ദേഹത്തിന്റെ മേലാണ് ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നത്. അത് ഏത് ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹത്തിന് ഫണ്ട് ചെയ്യുന്ന അറിയില്ല. ഏകദേശം $2 മില്യൺ പഠനമാണ് നടത്തുന്നത്. അപ്പൊ അതിൽ അദ്ദേഹത്തിന് $2 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് 16 കോടിക്ക് അപ്പുറം വരും. 16,50,00,000 രൂപയുടെ റിസർച്ച് ഇത് മാത്രം. ഈ ഒരൊറ്റ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, പ്രിസർവ്ഡ് ആണോ എന്ന അടിസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് റിസർച്ച് നടക്കുന്നത്. ഇദ്ദേഹവും ഒരു നോൺ മുസ്ലിമാണ്. അങ്ങനെ ഇദ്ദേഹം തന്നെ ഈ പഠനത്തിന് ശേഷം ഖുർആൻ പ്രിസർവ്ഡ് ആണ് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. യൂട്യൂബേഴ്സും പിന്നെ അതുപോലെയുള്ള റിപ്പോർട്ടേഴ്സ് ഒക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പച്ചയായ ഒരു സത്യമാണ്. ശരിക്കും വിമർശകർക്ക് എളുപ്പമാണ് ഖുർആനിനെ മുഴുവൻ തള്ളിക്കളയാൻ എളുപ്പമാണ്. അത് ഒരു വാക്ക് അധികമുണ്ടോ എന്നുള്ളത് സുബ്ഹാനല്ലാഹ്. അതായത് ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി ജനങ്ങൾ ഇറങ്ങി തിരിച്ച പോലെ ഒരു മതഗ്രന്ഥത്തിനെയും വിമർശിക്കാൻ ജനങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടില്ല. എന്നാ ആലോചിച്ചു, 16 കോടി രൂപയോളം മുടക്കി ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അതിലെന്തെങ്കിലും ഒരു വാക്ക് കയറിയെന്നോ ഇറങ്ങിയെന്നോ കണ്ടുപിടിച്ചാൽ മതി, അവിടെ പ്രശ്നം അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ ഇത്രയും ഭാഗം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത്രയും ഭാഗം കൂട്ടി ചേർത്തിട്ടൊന്നും വാദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും ഒരു വാക്ക് കയറിയിട്ടുണ്ട് എന്ന് സ്ഥാപിച്ചാൽ ഖുർആൻ മുഴുവനാ മാറ്റിവെക്കേണ്ടത്. ഇന്നത്തെ പല തലതൊട്ടപ്പൻ വിമർശകർ പോലും ഖുർആനിന്റെ ഓരത്ത് നിന്നാണ് വിമർശിക്കുന്നത്. ഓരോ ചെറിയ ആസ്പെക്റ്റുകൾ എടുത്ത് അതാണ് വിമർശിക്കുന്നത്. അതിന്റെ ആ ഒരു ക്യാമ്പിലേക്ക് ചെന്ന് ഈ പറഞ്ഞതുപോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വാക്ക് അധികം വന്നിട്ടുണ്ട്, ഇത് ദൈവിക വേദഗ്രന്ഥമല്ല, തെളിയിച്ചാൽ മതി. പക്ഷെ അത് സാധിക്കുന്നില്ല. അത് ഖുർആനിന്റെ ഒരു ദൈവികതയാണ്. തുടരാം. അപ്പോൾ ഇതെന്നെ വല്ലാതെ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവിക ഗ്രന്ഥം എന്ന് പറയുന്നത് മനുഷ്യർക്കുള്ള വിജ്ഞാനം. മനുഷ്യരെ ശരിയും തെറ്റും, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗൈഡൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ഗൈഡൻസ് ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരാളും ആരുടെയൊക്കെ ഗൈഡൻസിലാണ് ജീവിക്കുന്നത്. ആള് തന്നെ എനിക്ക് ഗൈഡൻസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും എന്തൊക്കെയോ അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ആരൊക്കെയോ, ചിലപ്പോൾ ഒരു സമൂഹമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ എങ്ങനെയാണ് പോണേ അതിന്റെ പിന്നാലെ പോകണമെങ്കിൽ ആളുകളാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്. അപ്പൊ ഗൈഡൻസ് എപ്പോഴും മനുഷ്യന് ആവശ്യമാണ്. അപ്പൊ ഗൈഡൻസ് എന്ന് പറയുന്നത് ശരി എന്താണ് തിന്മ എന്താണെന്ന് കൃത്യമായി വേർതിരിക്കാൻ അതിനുള്ളൊരു മാനദണ്ഡത്തെ നമുക്ക് പറഞ്ഞു തരേണ്ടത് നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എങ്കിൽ ആ ദൈവത്തിന് മാത്രമാണ് അതിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞു തരാൻ അവകാശമുള്ളത്. നന്മ ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം ഈ നാട്ടിൽ ഞാൻ പറയാണ്,
ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാതെ ആ പെൺകുട്ടിയുമായി എനിക്ക് ഒരു ശാരീരിക ബന്ധം പാടില്ല, അല്ല ശാരീരിക ബന്ധം ആരും നടത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കും. ഇവിടുത്തെ ഒരു കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, അത് ഒരു തെറ്റാണെന്ന് പറയും. എന്നാൽ ഇതേ വർത്താനം, ഇതേ സംസാരം ഞാൻ അമേരിക്കയിലോ യൂറോപ്പിലോ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതിലെന്താ തെറ്റ്? പെൺകുട്ടിക്ക് കുഴപ്പമില്ല ഈ പറയുന്ന, പിന്നെ അതിലെന്താ പ്രശ്നം വരുന്നത്? സമൂഹം കാണുന്നില്ല, ഒരു തെറ്റില്ലല്ലോ. അപ്പൊ അതൊരു തിന്മയാണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ എന്ത് മാനദണ്ഡം? അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തിന്മയാണ്, ഒരു കാര്യം നന്മയാണ് എന്ന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റീവാണ്. അവനവനെ സംബന്ധിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾക്ക് നന്മയായിട്ട് തോന്നുന്നത് മറ്റൊരാൾക്ക് ചിലപ്പോൾ തിന്മയായിട്ട് തോന്നാം. അപ്പോൾ മറ്റൊരാൾക്ക് തിന്മയായിട്ട് തോന്നുന്നു, മറ്റൊരാൾ ചിലപ്പോൾ നന്മയായിട്ടായിരിക്കും കണ്ടിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ നിന്നും, അതുകൊണ്ട് തന്നെ ഖുർആൻ വളരെ കൃത്യമായി ഈ വിഷയം പരാമർശിക്കുന്നുണ്ട്. മനുഷ്യർക്ക് മാർഗദർശനമായി ഓരോ കാലഘട്ടത്തിലും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും അത് പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകന്മാരെ നിയോഗിക്കുകയും അത് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യാം. ശരിയെന്ത് തെറ്റെന്ത് ഇത് ദൈവമാണ് പറഞ്ഞു തരേണ്ടത്. ദൈവം ഒരു കാര്യം തെറ്റാണെന്ന് പറയുമ്പോഴാണ് അത് തിന്മയാവുന്നത്. കാരണം നന്മയും തിന്മയും സൃഷ്ടിച്ചത് അവനാണ്. നമ്മൾ വിചാരിക്കുമ്പോഴല്ലോ ഒരു കാര്യം തിന്മയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം തിന്മയായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആളുകളുടെ കണ്ണിൽ എത്ര നന്മയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അത് തിന്മയാണ്. കാരണം നന്മയും തിന്മയും ഈ മനുഷ്യനെ തന്നെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. നന്മയാണെങ്കിൽ അതങ്ങനെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്കുള്ള മാർഗദർശനമാണ് വേദഗ്രന്ഥമെങ്കിൽ അത് സംരക്ഷിക്കപ്പെടണം. അത് സംരക്ഷിക്കപ്പെടാതെ അതിൽ മനുഷ്യൻ്റെതായ കാര്യങ്ങൾ, മനുഷ്യൻ്റെതായ വചനങ്ങൾ കടത്തിക്കൂട്ടാനും ആവശ്യമില്ലാത്ത തോന്നും എടുത്ത് കളയാനും അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു വേദഗ്രന്ഥമെങ്കിൽ അത് എന്ത് അടിസ്ഥാനത്തിൽ നിന്ന് എന്താ ആധികാരികത വരും? നമ്മുടെ ശരി തെറ്റുകൾക്ക് എന്താ ആധികാരികത? പക്ഷെ ഖുർആൻ ഈ വിഷയത്തിൽ ഈ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഓറൽ പ്രിസർവേഷൻ എന്ന് പറയുന്നത് അതിലും വലിയ അത്ഭുതമാണ്. ഇപ്പം ആഫ്രിക്കയിലുള്ള മറ്റ് പല രാജ്യങ്ങളിലും അവര് നമ്മൾ ഇന്ന് വായിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഓതാൻ കിട്ടുന്ന മുസ്ഹഫുകൾ അവർ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് മൗറിത്താനിയ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഖുർആൻ മനപ്പാഠം പഠിക്കുന്നത് ഒരു മുസ്ഹഫ് അവർ നേരിട്ട് കണ്ടിട്ടില്ല. അവര് പഠിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉസ്താക്കന്മാർ മനപ്പാഠം പഠിച്ചത്, അവരുടെ ഉസ്താക്കന്മാരിൽ നിന്ന് മനപ്പാഠം പഠിച്ചത് അവർ ഓതി കൊടുക്കും. ഇവരൊരു പലകയിലാണിത്, അവരൊരു കൾച്ചറിൽ പലകയിൽ ഇത് എഴുതും, ഉസ്താദിന് കൊണ്ട് തിരിച്ചു കൊടുക്കും, ഉസ്താദ് ഇത് കറക്റ്റ് ചെയ്യും, ഇത് മനപ്പാഠം പഠിക്കാൻ പറയും. ഇത് പഠിച്ച് 500, 100, 700, 1000 വട്ടം ഇത് റിപ്പീറ്റ് ചെയ്ത് ഇത് ഈ ഖുർആനിന്റെ ആ ഭാഗം പഠിച്ച് പിന്നെ അടുത്ത ഭാഗം എഴുതിയെടുക്കും പഠിച്ച്. ഇങ്ങനെ ഒരു വ്യക്തിയുടെ മെമ്മറൈസേഷനിൽ നിന്നും അടുത്ത ജനറേഷന്റെ അടുത്ത ജനറേഷനിൽ അങ്ങനെ ഇന്ന് അവർക്ക് ഈ പറയുന്ന ഖുർആനിന്റെ മുസ്ഹഫുകൾ പുസ്തക രൂപേണയുള്ള ഖുർആൻ അവൈലബിൾ ആയിട്ട് ഇന്ന് അവരുടെ കയ്യിൽ നിൽക്കുമ്പോൾ ഇന്ന് ആ പുസ്തകം നോക്കി ഇപ്പുറത്തുള്ള ഒരു വ്യക്തി ഓതി വായിക്കുന്നതും അദ്ദേഹം തൻ്റെ തലമുറകളായി ഉസ്താക്കന്മാരിൽ നിന്ന് മെമ്മറൈസേഷനിലൂടെ പഠിച്ച് ആ വ്യക്തി ഖുർആൻ പാരായണം ചെയ്യുന്നതിലും ഒരു വള്ളിയിലോ പുള്ളിയിലോ വാക്കിലോ അല്ലെ സെന്റൻസിലോ വാക്കൊന്നും നമ്മൾ പറഞ്ഞ് അത്രയും വിശാലാക്കേണ്ട കാര്യമില്ല. ഒരു വള്ളിയിലോ പുള്ളിയിലോ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ ആ ഈ ഉ ആ എന്ന് ഓതുന്ന സ്ഥലത്ത് ഞാൻ ഈ ഓതി കഴിഞ്ഞാൽ അത് ഖുർആനാവില്ല. അതെ, അത്രയും പ്രിസൈസ്ഡ് ആയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിന്റെ അടിസ്ഥാന സംരക്ഷണം. എന്ന് മാത്രമല്ല നമുക്കിന്ന് ലിറ്ററൽ സംരക്ഷണമായിട്ട് ഇന്ന് ഈ പറയുന്ന ഖുർആനിന്റെ ഓൾഡസ്റ്റ് മാനുസ്ക്രിപ്റ്റ് അത് നബിയുടെ കാലഘട്ടത്തിലേക്ക്, അതായത് ഖുർആൻ ഫസ്റ്റ് ക്രോഡീകരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലേക്ക് കാർബൺ ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഖുർആൻ കോപ്പി ഇന്ന് ബർമിംഗാം യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. ആളുകൾക്ക് നേരിട്ട് പോയി ആ മ്യൂസിയത്തിൽ നോക്കാം. അതിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇത് സംരക്ഷിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളല്ല എന്നുള്ളതാണ്. അള്ളാഹു ഇതിന്റെ സംരക്ഷണം കൊടുത്തിരിക്കുന്നത് കാരണം ആളുകൾക്ക് അങ്ങനെ ഒരു ഖുർആൻ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് വരെയും ഒരു സംശയത്തിന് പോലും വകുപ്പില്ലാതെ ഖുർആൻ സംരക്ഷിതമാണ്. അപ്പോൾ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം അത് മനുഷ്യർക്കുള്ള മാർഗദർശനമാണെങ്കിൽ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അള്ളാഹു അത് സംരക്ഷിച്ചിട്ടുണ്ട്. അതവിടെ ബോധ്യപ്പെടാണ്. അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത്.
കാരണം സുബ്ഹാനല്ലാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ് പല പല സന്ദർഭങ്ങളിലെ ഇറങ്ങിയ ഒരു ഗ്രന്ഥം പിന്നീട് അത് ക്രോഡീകരിക്കപ്പെടുന്നു. അത് ജനങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നു. അത് മെമ്മറൈസേഷനിലൂടെ തലമുറകളായി പാസ് ചെയ്യുന്നു. ഇന്നും ലോകത്തിൽ സകല ഹാർഡ് കോപ്പികളായിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ കത്തിച്ച് കളയാന്ന് വിചാരിക്കാം. എല്ലാ വേദഗ്രന്ഥങ്ങളും സോഫ്റ്റ് കോപ്പികളും എല്ലാം നമ്മൾ നശിപ്പിച്ച് കളഞ്ഞാലും നിമിഷങ്ങൾ കൊണ്ട് എങ്ങനെയാണോ 1400 വർഷം നബി ഇത് ജനങ്ങൾക്ക് ഓതിക്കൊടുത്തത് അതുപോലെ തന്നെ ഓതിക്കൊടുത്തുകൊണ്ട് തിരിച്ചു വരാൻ പോകുന്ന ഏക വേദഗ്രന്ഥം എന്ന് പറയുന്നത് ഖുർആൻ മാത്രം. എല്ലാ കോപ്പികളും നമുക്ക് കോപ്പിയുടെ പോലെ ആവശ്യമില്ല. കാരണം മനുഷ്യർ ഇല്ലാണ്ടാകുന്നത് വരെയും ഖുർആനിനൊരു സംരക്ഷണം ഇല്ലായ്മ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതെന്നെ സംബന്ധിച്ച് ഇതിനങ്ങനെ ഇങ്ങനെ പല മേഖലയിലും ഞാൻ ഈ പ്രിസർവേഷനെ കുറിച്ച് പഠിക്കുമ്പോഴും എന്നെ വല്ലാതെ അത് അത്ഭുതപ്പെടുത്തി. ഖുർആൻ പറഞ്ഞ ആ ക്ലെയിമിനെ ഖുർആൻ ഇന്നും നമ്മളത് ഇന്നത്തെ ആധികാരിക പഠനങ്ങളിലും അത് സ്ഥാപിക്കപ്പെടുന്നു. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്നെ ഇംപ്രസ് ചെയ്തു തുടങ്ങി. ഖുർആന്റെ പഠനം